ഇറാനെതിരായ ആക്രമണം നിലവിലെ അവസ്ഥയിൽ 10 ദിവസം കൂടി തുടർന്നാൽ അമേരിക്കയുടെ അത്യാധുനിക മിസൈൽ ശേഖരം പരിധിക്ക് താഴെ പോകുമെന്ന് പെന്റഗണിന്റെ മുന്നറിയിപ്പ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഇറാൻ ഇസ്രയേൽ സംഘർഷം 5-ാം ദിനവും രൂക്ഷമായി തുടരുന്നതിനിടെയാണ് സൈനിക കരുത്തിനെക്കുറിച്ചുള്ള നിർണായക ആശങ്കകൾ ഉയരുന്നത്. അമേരിക്കയുടെ കൈവശം അനന്തമായ ആയുധശേഖരമുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ മറിച്ചാണ്. ഈ വിഷയത്തിൽ പെന്റഗണും ട്രംപും തമ്മിൽ തർക്കം നിലനിൽക്കുന്നതായാണ് റിപ്പോർട്ട്. പ്രധാനമായും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് കുറയാൻ സാധ്യത ഉള്ളത് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ജനറൽ ഡാൻ കെയ്നും പെന്റഗൺ ഉദ്യോഗസ്ഥരും ട്രംപിന് ആയുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഫെബ്രുവരി 23-ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഇറാനുമായുണ്ടായ ആക്രമണത്തിൽ മാത്രം തങ്ങളുടെ 25% താഡ് ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചു കഴിഞ്ഞിരുന്നു. 150ഓളം മിസൈലുകൾ അന്ന് ഉപയോഗിച്ചെന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല, കപ്പലുകളിൽ നിന്ന് ഉപയോഗിക്കുന്ന ഷിപ്പ് ബോൺ ഇന്റർസെപ്റ്ററുകളുടെ ശേഖരം കഴിഞ്ഞ വർഷത്തെ ആക്രമണത്തിൽ തീർന്നിരുന്നുവെന്നും പെന്റഗൺ ഓർമ്മിപ്പിക്കുന്നു. കൃത്യതയാർന്ന മറ്റ് ആധുനിക ആയുധങ്ങളുടെ ലഭ്യതയും കുറഞ്ഞു വരികയാണ്. പെന്റഗണിന്റെ മുന്നറിയിപ്പും ട്രംപിന്റെ നിലപാടും രണ്ട് തലത്തിലായത് യുഎസിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇറാന്റെ പ്രത്യാക്രമണങ്ങളെ തടയാൻ യുഎസിന് ബുദ്ധിമുട്ടുണ്ടായേക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. യുഎസിന്റെ ആയുധശേഖരം മറ്റെല്ലാ രാജ്യങ്ങളെക്കാൾ വലിയ രീതിയിലായിരുന്നെങ്കിലും ഇസ്രായേൽ ഉക്രൈൻ സഖ്യരാജ്യങ്ങൾക്കായി വൻതോതിൽ സൈനിക സഹായം നൽകിയതോടെയാണ് ആയുധശേഖരത്തിൽ കുറവ് വന്നത്. ഒരു മാസത്തോളം സംഘർഷം നീണ്ടുനിന്നാൽ അത് അമേരിക്കയെ കടുത്ത ആയുധ ദൗർബല്യത്തിലേക്കും വൻ സാമ്പത്തിക ബാധ്യതയിലേക്കും നയിച്ചേക്കാമെന്നാണ് വിദഗ്ധ വിലയിരുത്തൽ. അതിനിടെ ദുബായിലെ കോൺസുലേറ്റിലേക്ക് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണ ശ്രമം ഇല്ലാതാക്കിയെന്ന് ദുബായും വ്യക്തമാക്കുന്നു. ആക്രമണത്തെ അനുകൂലിച്ച 2 പേർ ബഹ്റിനിൽ പിടിയിലായിട്ടുണ്ട്. ആക്രമണത്തിന് മുന്നോടിയായുള്ള സൈനിക വിന്യാസത്തിനും കപ്പലുകളുടെയും വിമാനങ്ങളുടെയും പുനർവിന്യാസത്തിനുമായി മാത്രം ഏകദേശം $630 മില്യൺ ഇപ്പോൾ തന്നെ ചെലവായതായി കണക്കാക്കപ്പെടുന്നു. 2023 ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണത്തിനു ശേഷം ഇസ്രയേലിന് മാത്രം $21.7 ബില്യൺ സൈനിക സഹായമാണ് അമേരിക്ക നൽകിയത്. യമൻ, ഇറാൻ എന്നിവിടങ്ങളിലെ മറ്റ് സൈനിക നീക്കങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ആകെ ചെലവ് $31.35 ബില്യൺ 33.77 ബില്യൺ ഇടയിലാണെന്ന് ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് ഏകദേശം 3 ലക്ഷം കോടി രൂപയോളം വരും. യുദ്ധം നീണ്ടുപോയാൽ മൊത്തം ചെലവ് 18.87 ലക്ഷം കോടി രൂപ വരെ എത്തിയേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും അത് വളരെ വൈകിപ്പോയെന്നാണ് ട്രംപിന്റെ നിലപാട്. നിലവിലെ കണക്കുകൾ പ്രകാരം നേരിട്ടുള്ള സൈനിക ചെലവുകൾ മാത്രം $95 ബില്യൺ വരെ എത്തിയേക്കാം. അനുബന്ധ സാമ്പത്തിക ആഘാതങ്ങൾ കൂടി കണക്കിലെടുത്താൽ ഇത് $210 ബില്യൺ വരും. യുദ്ധത്തിന് മുന്നൊരുക്കമെന്ന നിലയിൽ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് നടത്തിയ സൈനിക സജ്ജീകരണങ്ങൾക്കും കപ്പൽ വിമാന വിന്യാസത്തിനുമായി ഏകദേശം 5500 കോടിയോളം രൂപ ചിലവായി. ഓപ്പറേഷന്റെ ആദ്യ 24 മണിക്കൂറിൽ തന്നെ 6800 കോടിയോളം ചിലവ് വന്നു. 2026 പ്രതിരോധ ബജറ്റിന്റെ ഏകദേശം 0.1%. കൂടാതെ നാവിക വ്യോമ വിന്യാസത്തിന്റെ ദൈനംദിന ചെലവുകൾ, ഉപകരണങ്ങളുടെ നഷ്ടം, ആയുധങ്ങൾ മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയ എല്ലാ കണക്കുകളും എടുത്താൽ $2 ബില്യണിലധികമാണ് ചിലവ്. സംഘർഷം 2 മാസത്തിലധികം നീണ്ടാൽ ഏതാണ്ട് $210 ബില്യൺ ചിലവ് വരുമെന്നാണ് അനുമാനം. പേർഷ്യൻ ഗൾഫിൽ വിന്യസിച്ചിരിക്കുന്ന 2 വിമാനവാഹിനി കപ്പലുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി മാത്രം $13 ബില്യൺ അധികമായി ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. 2023 ഒക്ടോബർ മുതൽ ഇസ്രായേലിന് നൽകുന്ന സൈനിക സഹായം വേറെയുമുണ്ട്. പതിറ്റാണ്ടുകൾക്കിടയിൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നീക്കമാണിത്. B-2 സ്റ്റെൽത്ത് ബോംബറുകൾ, F-35 യുദ്ധവിമാനങ്ങൾ, ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ അതിനൂതനമായ ആയുധശേഖരങ്ങളാണ് ഇറാനിലെ 1000-ലധികം ലക്ഷ്യങ്ങൾ തകർക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 2 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ സാധാരണക്കാരായ അമേരിക്കൻ നികുതിദായകർക്കുമേൽ ഇത് വലിയ സാമ്പത്തിക ഭാരമായി മാറും. എന്നാൽ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധമാണിതെന്നും ആക്രമണം അവസാനിക്കുന്നതുവരെ രാജ്യം ശക്തമായ പ്രതിരോധം തുടരുമെന്നുമാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ പ്രതിനിധി അലി ബഹ്റനറി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.